നമസ്കാരം, ഗാഡ്ജറ്റ്സ് വണ്ണിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം, ബാറ്ററി ബാക്കപ്പ് ഒരുപാട് കിട്ടാനായിട്ടുള്ള കുറച്ച് പൊടിക്കൈകളാണ്. ഈ ഞാൻ പറയുന്ന എല്ലാ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 50% വരെ നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ കയറുക. അതിനുശേഷം താഴേക്ക് പോകുന്ന സമയത്ത് എബൌട്ട് ഡിവൈസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമുക്ക് കാണാം, അല്ലെങ്കിൽ എബൌട്ട് ഫോൺ. അതെടുത്തിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡൽ ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ ബിൽഡ് നമ്പറിൽ 7 ടൈംസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ആവും. അതിൽ ഡെവലപ്പർ ഓപ്ഷൻ എടുത്താൽ നമുക്ക് താഴേക്ക് പോകുമ്പോൾ ഒരു മിഡിൽ ഭാഗത്തെത്തുന്ന സമയത്ത് നമുക്ക് ഫോഴ്സ് GPU റെൻഡറിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. കണ്ടോ, ഫോഴ്സ് GPU റെൻഡറിങ്. ഇത് എനബിൾ ചെയ്യുക. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ CPU വെച്ചിട്ടാണ് നമ്മുടെ ഡിവൈസിൻ്റെ പകുതിയും റണ്ണാവുന്നത്. അത് മാറ്റിയിട്ട് നമ്മുടെ GPU യൂസ് ചെയ്ത് നമ്മുടെ ഡിവൈസ് റണ്ണാവും. ആ സമയത്ത് നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും, പിന്നെ ഓവർ ഹീറ്റിംഗ് ആവത്തില്ല. ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്നവരാണെങ്കിൽ ഇത് എനേബിൾ ചെയ്താൽ ലാഗ് ഇല്ലാതെ നമുക്ക് ഗെയിമൊക്കെ കളിക്കാനായിട്ട് പറ്റും. സോ നിങ്ങളുടെ ഫോൺ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ വളരെ നന്നായിരിക്കും. അടുത്ത് നമ്മുടെ ഏറ്റവും നല്ല പ്രസക്തിയായ ഒരു ആപ്ലിക്കേഷനാണ് ഗ്രീനിഫൈ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇത് നമ്മുടെ ഫോണിൻ്റെ ഒരു പരിധി വരെ, എല്ലാ ആപ്ലിക്കേഷനേക്കാളും ഒരു പരിധി വരെ നമ്മുടെ ഫോണിനെ ബാറ്ററി സേവ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗ്രീനിഫൈ. ഇപ്പോൾ ഗ്രീനിഫൈ ഒരു റൂട്ടഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾ അൺറൂട്ടഡിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഗ്രീനിഫൈ യൂസ് ചെയ്യുക. റൂട്ടഡ് ഡിവൈസിൻ്റെ സെറ്റിങ്സിൽ ഗ്രീനിഫൈ യൂസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഒരു അൺറൂട്ടഡ് ആണെങ്കിലും റൂട്ടഡ് ആണെങ്കിലും അൺറൂട്ടഡിൻ്റെ സെറ്റിങ്സിൽ ഗ്രീനിഫൈ സെറ്റപ്പ് ചെയ്യുക. ഇപ്പോൾ ഗ്രീനിഫൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ വാട്സപ്പ് ശരിക്കും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വാട്സപ്പ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ ഗ്രീനിഫൈ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ അങ്ങ് ഗ്രീനിഫൈ ചെയ്തിടുക. കാരണം ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഒരുപാട് ചാർജ് എടുക്കും, ഒരുപാട് ഡേറ്റ കൺസ്യൂം ചെയ്യും, അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തന്നെ തീർന്നു പോകും. ഇങ്ങനെ നിങ്ങൾ നല്ല രീതിക്ക് ഇത് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ, നോൺ റൂട്ടഡിൻ്റെ രീതിയിൽ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിക്സോഫ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ പിക്സൽസിനെ 50% മാത്രമാക്കി മാറ്റും. അപ്പോൾ 50% പിക്സൽസ് ഓഫ് ആയിരിക്കും, 50% പിക്സൽസ് ഓൺ ആയിരിക്കും. നമുക്ക് കാണാം സേവ് കൺസ്യൂം എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കുറച്ച് കൊടുത്തിട്ട് ഡിസേബിൾ ഫിൽറ്റർ എന്ന് കൊടുത്താൽ, എനേബിൾ ഫിൽറ്റർ എന്ന് കൊടുത്താൽ നമുക്ക് കണ്ടോ നമ്മുടെ പിക്സൽസൊക്കെ മങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ 50% പിക്സൽ അവിടെ ഓൺ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചാർജ് നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതിൽ ഓരോ മോഡുണ്ട്. നിങ്ങൾക്ക് ഓരോ മോഡ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇതിൽ നമുക്ക് 22% അത് സേവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒരുപാട് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും.